പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് ഒന്ന് കണ്ണോടിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത്? ഒന്ന് ഓർത്തു നോക്കിയേ. ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ. വെരി ഗുഡ്, എല്ലാവരും മിടുക്കരാണെന്ന് ടീച്ചറിന് അറിയാം. എന്നാൽ നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ, ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പൊട്ടിക്കൽ, ബഡ്ഡിംഗ് അഥവാ മുകുളമൊട്ടിക്കൽ, വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ, ടിഷ്യൂ കൾച്ചർ, സസ്യവൈവിധ്യം, ജൈവ കീടനാശിനികൾ, ജൈവ വളങ്ങൾ, ഇവയെല്ലാം നമ്മൾ പഠിച്ചുവല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പുകയില കഷായം ഉണ്ടാക്കി വീട്ടിലെ പച്ചക്കറിത്തോട്ടത്തിലും പൂന്തോട്ടത്തിലും തളിച്ചുവെന്ന് ടീച്ചർ കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ പലതരത്തിലുള്ള കൃഷികളും കന്നുകാലി വളർത്തുന്നവരുമൊക്കെ ഉണ്ട് അല്ലേ? ചിലരൊക്കെ തലയാട്ടുന്നുണ്ട്. ചിലരുടെയെങ്കിലും വീടുകളിൽ നെൽകൃഷിയും ഉണ്ടാകും. നെല്ല് വിളഞ്ഞ് കൊയ്തെടുത്ത് ധാന്യം ശേഖരിച്ച് ശേഷിക്കുന്ന വക്യോൽ എന്താ ചെയ്യാറുള്ളത്? പലർക്കും അത് അറിയില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു യാത്ര പോയാലോ? കൂട്ടുകാരെ, ഈ വീടിനോട് ചേർന്നുള്ള ഫാമും പരിസരവും നിരീക്ഷിക്കുവാനാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഓരോ പുതുമയേറിയ കാഴ്ചകളും നിങ്ങൾ ശ്രദ്ധയോടെ കാണണം. എന്നിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കണം. ഓക്കെ? തൃശ്ശൂർ ജില്ലയിലെ മാള അഷ്ടമിച്ചിറയിൽ ശ്രീ സെബി പഴയാറ്റിൽ തൻ്റെ വീടിനോട് ചേർന്ന് നടത്തുന്ന അന്ന സിസ്വാമിലെ സംയോജിത കൃഷിരീതികളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കിയാലോ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സെബി പഴയാറ്റിൽ. മാള പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കോൾക്കുന്ന് ദേശത്താണ് ഞങ്ങളുടെ ഫാം ഇരിക്കുന്നത്. കഴിഞ്ഞ 16 വർഷമായിട്ട് അന്ന സിസ്വാം എന്ന പേരിലാണ് ഈ ഫാം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിദേശത്തായിരുന്നപ്പോഴാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ നാട്ടിൽ കുറച്ച് പേർക്കൊരു ജോലി, അതല്ലെങ്കിൽ നല്ല ഭക്ഷണം, വിഷമാലിന്യമില്ലാത്ത നല്ല ഭക്ഷണം നാട്ടിൽ ഉൽപ്പാദിപ്പിക്കണം, അത് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ഫാം ഇവിടെ തുടങ്ങിയത്. ഇതൊരു സംയോജിത ഫാമായിട്ടാണ് ഞങ്ങൾ തുടക്കം മുതലേ തന്നെ ഇതിനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഡയറി ഫാമാണ്. 42 പശുക്കളെ നിർത്താവുന്ന ഒരു ഷെഡും 100-150 ആടുകളെ വളർത്താവുന്ന രീതിയിലുള്ള ഒരു ഏരിയയും, പിന്നെ മറ്റു എല്ലാ ജീവജാലങ്ങളും, അതായത് എന്തൊക്കെ നമുക്ക് നമ്മുടെ പുരയിടങ്ങളിൽ വളർത്താൻ സാധിക്കുമോ അതിനെല്ലാം ഞങ്ങളിവിടെ വളർത്തി പരിപാലിച്ചു പോരുകയാണ്. ഇതിൻ്റെ ഒരു സംയോജിത ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുകയും അത് നമ്മുടെ പ്രകൃതിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷം വരാത്ത രീതിയിൽ, നമുക്ക് വേണമെങ്കിൽ പറയാം ജൈവ രീതിയിൽ നിന്ന്, ഇപ്പോൾ ഒന്നിൽ നിന്ന് കിട്ടുന്ന ഒരു മാലിന്യം പോലും വേറൊന്നിന് വളമാക്കിക്കൊണ്ട് അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ഉൽപ്പാദനം നമുക്ക് ലഭിച്ച് നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു കർഷകർ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിന് വിപരീതമായിട്ട് നമുക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്, ഇതെല്ലാം സ്വയം ബോധ്യപ്പെടുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും കൂടെ ചെയ്തുകൊണ്ടാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫാമിനെ കുറിച്ച് ഇതുപോലെ വിവരിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഒപ്പം പോരാം. നമുക്ക് ഓരോ ഐറ്റംസ് നിങ്ങളെ കാണിച്ചു തരാനും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും സന്തോഷമുള്ളൂ. നമുക്ക് നമ്മുടെ ഫാമിലേക്ക് പോവാം. എല്ലാവർക്കും വെൽക്കം.
ഇവിടെ നമുക്ക് 40ഓളം പശുക്കളുണ്ട്, പശുക്കുട്ടികളുണ്ട്, ആടുകളുണ്ട്, പിന്നെ എല്ലാതരം പക്ഷിമൃഗാദികൾ, അതിനകത്ത് കോഴി, താറാവ്, കാട, പിന്നെ എമുണ്ട്, ഒട്ടകപ്പക്ഷിയുണ്ട്, അതുപോലെ മുയൽ, വാത്ത, ഗിനിക്കോഴി, ഗിനിപ്പെഗ്, അങ്ങനെ തുടങ്ങി ഒരു ചെറിയൊരു കാഴ്ചബംഗ്ലാവ് പോലെയാണ്. ഇവിടെ വരുന്നവർക്ക് അത്രയും കൗതുകമായിട്ട് ഇത് തോന്നും. ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഡയറി ഫാമിൽ നിന്നുള്ള പാലാണ്. പാലിൽ നിന്ന് മറ്റ് പാൽ ഉൽപ്പന്നങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പാലിൽ നിന്ന് തൈര്, എണ്ണ, നെയ്യ്, മറ്റ് സാധനങ്ങൾ, പേട പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പനീർ ഇവിടെ അത് വിപണനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഡയറി ഫാമിൽ നിന്നുള്ള ഏറ്റവും നല്ല ജൈവവളം എന്ന് പറയുന്നത് നമ്മുടെ ചാണകം. അത് ഉണക്കിയും അല്ലാതെയും നമ്മുടെ കൃഷിയിടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ നിന്ന് നമുക്ക് നല്ല പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ ഞങ്ങൾ വിപണനം ചെയ്യുന്നു. അതൊരു നല്ല മാതൃകയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെലവഴിക്കുന്ന പൈസ അത് ഒട്ടും തന്നെ വേസ്റ്റായി പോകാതെ ഇവിടെ നമ്മൾ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു ധനാഗമ മാർഗമാക്കി നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ഒരു സംയോജിത കൃഷി ഒരു പുരയിടത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് വേസ്റ്റേജ് കുറച്ചുകൊണ്ട്, ഒരിക്കലും നമുക്കൊരു വേസ്റ്റേജായിട്ട് നമുക്ക് മാറാൻ പാടില്ല. ഉദാഹരണത്തിന് ഞങ്ങൾ തൊഴുത്തിനോട് ചേർന്ന് ഞങ്ങളുണ്ടാക്കിയിട്ടുള്ള വെർമി കമ്പോസ്റ്റിൻ്റെ ടാങ്കിൽ പശു തിന്നിട്ട് ബാക്കി വരുന്ന പുല്ല് നമ്മൾ ആ ടാങ്കിൽ ഇട്ടതിന് ശേഷം അതിൽ ആഫ്രിക്കൻ മണ്ണുകരകൾ ഇട്ട് അത് വെർമി കമ്പോസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിലോ 10 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് വേസ്റ്റായിട്ട് നമ്മൾ കളയുമായിരുന്നൊരു സംഗതിയെ നമ്മൾ പണമാക്കി മാറ്റുകയാണ്. അതുപോലെ പശുപാല് മാത്രമല്ല, പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് നമുക്ക് ബയോഗ്യാസ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത് നമ്മുടെ വീട്ടാവശ്യത്തിനും ഫാമിലെ മറ്റാവശ്യത്തിനും യഥേഷ്ടം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അതൊരു വരുമാന മാർഗമാണ്. ഈ വീടിനോട് ചേർന്ന് ഇവർ കൃഷി ചെയ്യുന്ന നെൽപ്പാടം എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഇവിടെ നിന്നും പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ, നെല്ല്. പിന്നെന്താ ലഭിക്കുക? വിളഞ്ഞ നെല്ല് കൊയ്തെടുത്ത് ധാന്യം ശേഖരിച്ചതിന് ശേഷം മിച്ചം വരുന്നതാണ് വൈക്കോൽ. വൈക്കോൽ നിങ്ങൾ എല്ലാവരും കാണാൻ സാധ്യതയില്ല, അതുകൊണ്ട് വൈക്കോൽ ടീച്ചർ കാണിച്ചു തരാം. ഇതാണ് വൈക്കോൽ. പശുവിന്റെ ഇഷ്ട ഭക്ഷണമാണ് വൈക്കോൽ. പശുവിൻ്റെ തൊഴുത്തിൽ പുല്ലല്ലാതെ പിന്നെന്തെല്ലാമാണ് കാണുന്നത്? ധാരാളം ചാണകവും കാണാമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൈവവളങ്ങളെക്കുറിച്ച് പഠിച്ചു. ഏതെല്ലാം ജൈവവളങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഒന്ന് ഓർത്ത് പറയാമോ? ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ. ചാണകം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, ഇവയെല്ലാം നമ്മൾ ജൈവവളങ്ങളായി കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തിനാണ്? കൃഷിക്ക് വേണ്ടി അല്ലേ? നമ്മൾ നേരത്തെ കണ്ട നെൽപ്പാടത്തിൽ ഈ വീട്ടുകാർ ഇവിടുത്തെ ചാണകമാണ് വളമായി ഉപയോഗിക്കുന്നത്. അങ്ങനെ നെൽപ്പാടത്തിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോൽ പശുവിന് ഭക്ഷണമാവുകയും പശുവിൻ്റെ ചാണകം നെൽകൃഷിക്ക് വളമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. കൃഷിയും കന്നുകാലി വളർത്തലും തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്തരത്തിൽ
പരസ്പരം ബന്ധിപ്പിക്കാവുന്ന കൃഷിരീതികളെ സംയോജിത കൃഷിരീതി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞേ? സംയോജിത കൃഷിരീതി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. സംയോജിത കൃഷിരീതി കൊണ്ടുള്ള മറ്റു ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പശുവിൻ്റെ ചാണകം ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ലഭ്യമാകുന്ന മീഥെയ്ൻ വാതകം പാചകത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഗാർഹിക ആവശ്യത്തിന് ഗ്യാസ് ലഭിക്കുമ്പോൾ നമ്മുടെ വീട്ടുചെലവ് കുറയ്ക്കുവാനും നമ്മൾക്ക് കഴിയുന്നു. അവശിഷ്ടമായി ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന സ്ലറി വിവിധ കൃഷികൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ നല്ല വിളവ് ലഭിക്കുന്നു. നമ്മൾ പശുവിനെ കൂടുതലായി ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പാലിന് വേണ്ടി, അല്ലേ? പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും വിൽപ്പനയിലൂടെ നല്ല വരുമാനവും നമുക്കുണ്ടാക്കാൻ കഴിയും. സംയോജിത കൃഷിരീതിയുമായി ബന്ധപ്പെട്ട ഒരു രീതി മാത്രമാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. ഇത്തരത്തിൽ പരസ്പരം ബന്ധിപ്പിക്കാവുന്ന കൃഷിരീതികൾ വേറെയുമുണ്ട്. അതും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നെൽകൃഷിയുടെ വിളവെടുപ്പിന് ശേഷം ലഭിക്കുന്ന തവിട്, അരി എന്നിവ കോഴിത്തീറ്റയായി ഉപയോഗിക്കാം. കോഴിക്കാഷ്ടം കൃഷിക്ക് ജൈവവളമായി ഉപയോഗിക്കുന്നു. കോഴിമുട്ട, കോഴിയിറച്ചി എന്നിവ വിൽക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കാം. ഇത്തരത്തിൽ പാരമ്പര്യമായി തുടർന്നു പോരുന്ന വേറെയും കൃഷിരീതികളുണ്ട്. അതിലൊന്നാണ് തേനീച്ച വളർത്തലും പുഷ്പകൃഷിയും. തേനീച്ച വളർത്തലിന് അനുയോജ്യമായ രീതിയിൽ പുഷ്പകൃഷി കൂടി ക്രമീകരിക്കുകയാണെങ്കിൽ തേനുൽപാദനം വർദ്ധിപ്പിക്കാനും പൂക്കളുടെ വിൽപ്പനയിലും അധിക വരുമാനം കണ്ടെത്താനും സാധിക്കുന്നു. ഇതുപോലെ തന്നെ മൾബറി കൃഷിയും പട്ടുനൂൽ പുഴു വളർത്തലും ലാഭകരമായ സംയോജിത കൃഷിരീതിയാണ്. പട്ടുനൂൽ പുഴുവിൻ്റെ ഭക്ഷണം മൾബറിയുടെ ഇലകളാണ്. മൾബറി പഴങ്ങളുടെ വിൽപ്പനയിലൂടെ വരുമാന മാർഗവും കണ്ടെത്താം. നമ്മൾ നടത്തിയ യാത്രയിൽ ധാരാളം കാഴ്ചകൾ കണ്ടു, അല്ലേ? കണ്ട കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായില്ലേ? ഇനി ഈ വർക്ക്ഷീറ്റിൽ അവിടെ കണ്ട ജീവികളുടെ ചിത്രങ്ങൾ നമുക്കൊന്ന് കണ്ടെത്തിയാലോ? എല്ലാവരും ജീവികളെ കണ്ടെത്തി കഴിഞ്ഞോ? ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇനി അവ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിക്കോളൂ. എഴുതി കഴിഞ്ഞ എല്ലാവർക്കും ടീച്ചർ സമ്മാനം തരാം. ഓക്കെ? നമ്മൾ ഇവിടെ കണ്ട കാഴ്ചകൾ ഒരു ആൽബത്തിലേക്ക് ഒട്ടിച്ചു ചേർക്കാം. ടീച്ചർ ഒരു മാതൃക കാണിക്കാം. നിങ്ങളും ഇതേ രീതിയിൽ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുമല്ലോ. ആട്, പശു, കോഴി, മുയൽ, എമു. നമ്മളിവിടെ പ്രധാനമായി കണ്ട കൃഷിരീതിയുടെ പേരെന്താ? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇപ്പോൾ നിങ്ങൾക്ക് സംയോജിത കൃഷി എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്കൊന്ന് പറയാം. പരസ്പരം ബന്ധിപ്പിക്കാവുന്ന കാർഷിക മേഖലകളെ യോജിപ്പിക്കുന്നതാണ് സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇനി ടീച്ചറിന്റെ കൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞാലോ. പരസ്പരം ബന്ധിപ്പിക്കാവുന്ന കാർഷിക മേഖലകളെ യോജിപ്പിക്കുന്നതാണ് സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. സംയോജിത കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
സംയോജിത കൃഷിയുടെ ഒരു മാതൃക ടീച്ചർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഈ വീടിൻ്റെ പുറകുവശത്താണ് വയൽ സ്ഥിതി ചെയ്യുന്നത്. നെൽകൃഷിയിൽ നിന്നും വിളവെടുപ്പിന് ശേഷം മിച്ചമായി ലഭിക്കുന്ന വൈക്കോൽ, തവിട് എന്നിവ പശുവിന് തീറ്റയായി നൽകുന്നു. പശുവിൻ്റെ ചാണകം തൊഴുത്തിനോട് ചേർന്നുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പാചകത്തിന് ഉപയോഗിക്കുന്ന മീഥെയിൽ വാതകം ലഭിക്കുന്നു. പ്ലാന്റിൽ നിന്നും അവശിഷ്ടമായി ലഭിക്കുന്ന സ്ലറി പച്ചക്കറി കൃഷികൾക്കും മത്സ്യകൃഷിക്കും ഉപയോഗപ്പെടുത്തുന്നു. ടീച്ചർ ഉണ്ടാക്കിയ സംയോജിത കൃഷിയുടെ മാതൃക എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി ഒരു ഫ്ലോ ചാർട്ടിലൂടെ സംയോജിത കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും ഈ ഫ്ലോ ചാർട്ടിലേക്ക് ശ്രദ്ധിക്കൂ. നമ്മൾ എന്താണ് പഠിച്ചത്? സംയോജിത കൃഷി. നെൽകൃഷി. നെൽകൃഷിയിൽ നിന്നും നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നെല്ല്, തവിട്, വൈക്കോൽ. ഇതിൽ നിന്നും ലഭിക്കുന്ന തവിട്, വൈക്കോൽ തൊഴുത്തിലുള്ള പശുവിന് ഭക്ഷണമായി നൽകുന്നു. പശുവിൻ്റെ ചാണകം ബയോഗ്യാസ് പ്ലാന്റിലേക്കും നെൽകൃഷിയിലേക്കും ഉപയോഗപ്പെടുത്തുന്നു. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും അവശിഷ്ടമായി ലഭിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള സ്ലറി പച്ചക്കറി തോട്ടത്തിലേക്കും മത്സ്യകൃഷിയിലേക്കും ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പോൾ സംയോജിത കൃഷി നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായല്ലോ. ഈ ഫ്ലോ ചാർട്ടുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റുകൾ ഇപ്പോൾ ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്താം. നെൽകൃഷിയും കന്നുകാലി വളർത്തലും എന്ന സംയോജിത കൃഷിരീതിയുടെ വിവിധ ഘട്ടങ്ങൾ ഫ്ലോ ചാർട്ട് മാതൃകയിൽ നൽകിയിരിക്കുന്നതിൽ വിട്ടുപോയ പദങ്ങൾ കണ്ടെത്തി പൂരിപ്പിക്കണം. സംയോജിത കൃഷിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ടീച്ചർ കരുതുകയാണ്. ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ നൽകിയ പ്രവർത്തനങ്ങളെല്ലാം രക്ഷിതാക്കളുടെ സഹായത്തോടെ പൂർത്തീകരിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്ത് സ്റ്റാർ വാങ്ങുമല്ലോ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.